ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ ആരാണ് ഉള്ളത് എന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കണം. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു സമയത്ത് തന്നെ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ ആരാണ് ഈ ഒരു സമയത്ത് ഉള്ളത്, നിങ്ങളാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നൊക്കെയുള്ള ഒരു കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ ഈ ഒരു സമയത്ത് ആരാണ് ഉള്ളത് എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ ഈ ഒരു സമയത്ത് ആരാണ് ഉള്ളത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ ഈ ഒരു സമയത്ത് ആരാണുള്ളത് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, കാർഡുകൾ എടുക്കാം. ഓക്കെ, 3 of Pentacles, 8 of Wands, the Chariot card, 6 of Pentacles, 9 of Swords, 8 of Cups, Queen of Pentacles, Temperance card, King of Cups, 4 of Cups, Death card, Hanged Man. മാസ്റ്റർ കാർഡ് നോക്കാം. ഓക്കെ, ഏസ് ഓഫ് വൺസ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ ആരാണുള്ളത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾ തന്നെയാണോ, മറ്റാരെങ്കിലും ഉണ്ടോ എന്നൊക്കെയാണ്. അപ്പോൾ നമുക്കിവിടെ കിങ് ഓഫ് കപ്സ് ഉണ്ട്, അതുപോലെ ക്യൂൺ ഓഫ് പെന്റക്കിൾ ഉണ്ട്, ടെമ്പറൻസ് കാർഡ് ഉണ്ട്. ഇതെല്ലാം ഒരു സ്നേഹത്തിന്റെ ഒരു കാർഡ് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു ഇമോഷണൽ ആയിട്ട് അതുപോലെ തന്നെ സ്റ്റേബിൾ ആയിട്ടുമുള്ള ഒരാളെ കുറിച്ച് ചിന്തിക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണുന്നത്. അതപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ കുറിച്ച് തന്നെ ആകാനാണ് ചാൻസ്. ക്യൂൺ ഓഫ് പെന്റക്കിൾസ് കാണിക്കുന്നത് വളരെ കെയറിങ് ആണ് നിങ്ങളെന്നും, അതുപോലെ സപ്പോർട്ടീവ് ആണ്, ഒരു ന്യൂട്രൽ എനർജി, ബാലൻസ്ഡ് എനർജി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ നിങ്ങളുടെ എനർജി തന്നെ ആണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ എനർജി തന്നെ ആയിരിക്കും അത്. ആ ഒരു എനർജിയെ കുറിച്ചാണ് ഈ ഒരു പേഴ്സൺ കൂടുതലായിട്ട് ചിന്തിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എനർജി ആണുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതായത് അവരുടെ മനസ്സിൽ നിങ്ങൾ തന്നെ ഉണ്ടാകാം, പക്ഷെ അവരത് ഫുള്ളി എക്സ്പ്രസ് ചെയ്യാത്ത ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും തോന്നുന്നുണ്ടാകാം ഈ ഒരു വ്യക്തി ചില സമയങ്ങളിൽ സെപ്പറേഷനിൽ പോകുന്നുണ്ടാകാം, ചില സമയങ്ങളിൽ ഒരു സൈലന്റ് ആയിട്ട് മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നു, അവഗണിച്ച് മാറ്റി നിർത്തപ്പെടുന്നു. ചില സംസാരങ്ങൾ ഉണ്ടാകുമ്പോൾ ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുന്ന പോലെ കൂടുതൽ ആളുകൾക്കും ഫീൽ ചെയ്യും. അപ്പോൾ ഇവര് ഇപ്പോൾ ചിലപ്പോൾ ഒരു ഓൺ ആൻഡ് ഓഫ് പോലെ ചിലപ്പോൾ പോകുന്നുണ്ടാകും. ഇപ്പോൾ ഓഫായി പോകുന്ന രീതിയിൽ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചു വരുന്നു, തിരിച്ചു വന്നാലും ഒട്ടും ഒരു ലൈവായിട്ട് നിൽക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടാകാം. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവരുടെ മനസ്സിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന വെച്ചാൽ ഫുള്ളി എക്സ്പ്രസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു സ്നേഹം എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഒട്ടും കഴിവില്ലാത്തൊരു പേഴ്സൺ ആണ് ഈ ഒരു പേഴ്സൺ എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് പറ്റുന്നത്. ഇപ്പോൾ അവരുടെ തോട്ട്സ്, ഫീലിങ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ 8 of Wands, അതുപോലെ ചാരിയറ്റ് കാർഡ്, ഏസ് ഓഫ് വാൻസ് ഈ കാർഡുകൾ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളോടുള്ള ഒരു സ്ട്രോങ് അട്രാക്ഷൻ ഇവിടെ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് സംസാരിക്കാനും അതുപോലെ നിങ്ങളെ അപ്രോച്ച് ചെയ്യാനും അവർക്കുള്ള ആ ഒരു സ്നേഹം അത് നൽകാനും ഒന്നും അവർക്ക് കഴിയുന്നില്ല. അവർക്ക് ആഗ്രഹമുണ്ട് വളരെയധികം, അവർക്ക് അങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് കഴിവില്ലാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ ഒരു ന്യൂ ബിഗിനിങ്, അതുപോലെ തന്നെ ഒരു ഫ്രഷ് സ്റ്റാർട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ഈ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ ആയിരിക്കാം. അപ്പോൾ പിന്നെ പുതിയൊരു ബിഗിനിങ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സെപ്പറേഷനിൽ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഓക്കെ, ന്യൂ ബിഗിനിങ് എന്ന് പറയുമ്പോൾ അത് തന്നെ ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഉണ്ട് എങ്കിൽ പോലും ഒരു ഫ്രഷ്നെസ് ഇല്ലാതെ, ഒരു ഉറക്കം തൂങ്ങിയ മട്ടിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന രീതിയിൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ല. ആ ഒരു രീതിയിൽ ഒരു പുതുമയും ഇല്ലാത്ത രീതിയിലായിരിക്കും റിലേഷൻഷിപ്പ് പോകുന്നത്. അപ്പോൾ ഒരു ഫ്രഷ്നെസ് കൊണ്ടുവരാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു ഫീലിങ്സ് ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇവിടെ 9 of Swords വന്നിട്ടുണ്ട്, 4 of Cups വന്നിട്ടുണ്ട്. അപ്പൊ അവർക്ക് ആ ഒരു സെയിം ടൈമിൽ തന്നെ വളരെയധികം ഓവർ തിങ്കിങ്ങും ടെൻഷനും കുറ്റബോധവും ഒക്കെ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർ കുടുങ്ങിക്കിടക്കുന്നതായിട്ട്. അപ്പൊ
ഇത് എവിടെ നിന്നാണ് വരുന്നത്? നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വേറെ വലിയൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, അല്ലെങ്കിൽ അങ്ങനെ റിജക്റ്റ് അടിക്കുക ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അവർ ഇമോഷണലി ഒരു ഡിസ്റ്റൻസ് ഒക്കെ എടുക്കുന്ന പോലെയൊക്കെ നിങ്ങളോട് പെരുമാറുന്നുണ്ടാകും. പക്ഷെ നമ്മൾ തമ്മിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല, കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ എന്തുകൊണ്ട് ഇവർ ഒരു ഡിസ്റ്റൻസ് എടുക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെ പലപ്പോഴും പല പല ചാൻസസിലും നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്ന പോലെ, അവഗണിക്കുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും. അപ്പൊ അതെന്തുകൊണ്ടാണ് അവിടെ വരുന്നത്? അവര് ടെൻസ്ഡ് ആണ്, ഇതുപോലെയുള്ള അവരുടെ പെരുമാറ്റങ്ങൾ, അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. അപ്പൊ അതൊക്കെ എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. എന്താണെന്ന് മനസ്സിലാക്കാനും പറ്റുന്നില്ല. ഓൾറെഡി നമ്മൾ റിലേഷൻഷിപ്പിലാണ് താനും, പക്ഷെ ഒരു നല്ല രീതിയിലല്ല പോകുന്നത്. ആ ഒരു ഫുൾനെസ് അല്ലെങ്കിൽ ഒരു പൂർണ്ണത ഇവിടെ ഫീൽ ചെയ്യുന്നില്ലായിരിക്കും. അപ്പോൾ അതെന്താണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ എയ്റ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. അത് അവരുടെ ഒരു പാസ്റ്റ് ലൈഫിൽ അല്ലെങ്കിൽ ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പിൽ നിന്ന് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഓൾറെഡി അവർ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് സെപ്പറേഷൻ ആയി പോയിട്ടുണ്ടാകും. അതിനുശേഷമായിരിക്കും നിങ്ങളിലേക്ക് ഈ റിലേഷൻഷിപ്പ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടാകും. പക്ഷെ എങ്കിലും അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ആ ഒരു പാസ്റ്റിലെ ആ ഒരു റിലേഷൻഷിപ്പ് പൂർണ്ണമായിട്ടും അവർക്ക് ഒഴിവാക്കി കളയാനായിട്ട് പറ്റാതിരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ. ഇപ്പോൾ ഈ ഒരു സമയത്ത് ആ ഒരു പഴയ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പൂർണ്ണമായിട്ടും ആ ഒരു വ്യക്തിയെ ഒഴിവാക്കി വിടാനായിട്ട് അവർ ശ്രമിക്കുന്നു. അവരുടെ മനസ്സിൽ നിന്ന് പോലും മായ്ച്ചു കളയാനായിട്ട് അവർ ശ്രമിക്കുന്ന ഒരു സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇവിടെ പാസ്റ്റ് ഇമോഷൻസ് ഒത്തിരി ഉണ്ട്. ഇനിയും ആ ഒരു പാസ്റ്റിലെ ഇമോഷൻസും കാര്യങ്ങളെല്ലാം അവരെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നതും റിഗ്രറ്റ് ഉണ്ടാകുന്നതും ടെൻഷൻ ഉണ്ടാകുന്നതും. അപ്പോൾ ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും. ആ ഒരു പാസ്റ്റിലെ റിലേഷൻഷിപ്പിലെ ഒരു പേഴ്സൺ ഓൾറെഡി അവരുടെ മനസ്സിനകത്തുണ്ട്, നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിലുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു പേഴ്സണെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് മൂവ് ഓൺ ചെയ്ത് നിങ്ങളിലേക്ക് വരാനായിട്ട് ആ ഒരു വ്യക്തി ശ്രമിക്കുന്ന എനർജീസ് ആണ് നമുക്കിവിടെ കാണുന്നത്. അതിൽ തന്നെ വളരെയധികം കൺഫ്യൂഷനും ഓവർ തിങ്കിങ്ങും ടെൻഷനും ആൻസൈറ്റിയും ഒക്കെ ഉള്ളതായിട്ട് നമുക്ക് കാണാനും പറ്റുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു കൺഫ്യൂഷനും ഓവർ തിങ്കിങ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു 6 ഓഫ് പെന്റിക്കിൾസ് വന്നിട്ടുള്ള ഹാൻഡ്മാൻ ഉണ്ട്. അവരുടെ ലൈഫിൽ ഒരു കുറച്ച് കാര്യങ്ങൾക്ക് എല്ലാത്തിനും ഒരു ഡിലേ വരുന്ന ഫീലിങ്സ് ഉണ്ടാകുന്നു എന്നുള്ളത് അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകാം. അവര് ഒരു ബാലൻസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ആ ഒരു മനസ്സ് എന്ന് പറയുന്ന സംഭവം അതിനകത്തുണ്ടായിരുന്ന വേദനകളും പ്രശ്നങ്ങളും എല്ലാം മാറ്റി, ആ പാസ്റ്റിലെ മെമ്മറീസ് എല്ലാം മാറ്റി, പാസ്റ്റിലെ റിലേഷൻഷിപ്പിലെ വേദനകളും അതെല്ലാം മാറ്റി ക്ലിയർ ചെയ്ത് നല്ലൊരു ബാലൻസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അവർ ശ്രമിക്കുന്ന ഒരു സമയമാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇവിടെ ഇതുവരെയും അവർക്ക് ഒരു സ്റ്റക്ക് ഫീലിങ്സ് ആണ് ഉണ്ടായിരുന്നത്. അവർ ആ ഒരു പാസ്റ്റിലെ ആ ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ട് വിട്ടുകളയാൻ പറ്റാതെ അവിടെ സ്റ്റക്കായി നിൽക്കുകയും അതോടൊപ്പം തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു കംപ്ലീറ്റ്നെസ് ഫീൽ ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് നമ്മൾ ലൈവായിട്ട് റിലേഷൻഷിപ്പ് നിൽക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എടുത്ത് പറയാനായിട്ടൊരു കാരണവും കാണത്തില്ല. അപ്പോൾ അതാണ് ഇവിടെ ഒരു സ്റ്റക്ക് ഫീലിങ്സ് ഇവർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സമയത്ത് ഒരു ഡിസിഷൻ എടുക്കാനൊക്കെ അവർക്ക് കഴിഞ്ഞിരുന്നില്ല, കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു. ഇനി അവർ അങ്ങോട്ടേക്ക് ഡിസിഷൻ എടുക്കാനായിട്ട് അവർക്കൊരു സമയം, ഈ ഒരു സമയം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇനി കുറച്ച് സമയം കൂടി അവർക്ക് വേണം. ആ ഒരു സമയം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആകും, അവരുടെ എല്ലാ കാര്യങ്ങളും അവർ സോൾവ് ചെയ്യാനായിട്ട് പറ്റും എന്ന് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളെ കുറിച്ച് അവരെന്താണ് ചിന്തിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ 3 ഓഫ് പെന്റക്കിൾസിന്റെ കാർഡ് കാണാൻ പറ്റും. അവർ നിങ്ങളെ ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് തന്നെയാണ് കാണുന്നത്. ഫ്യൂച്ചറിൽ നിങ്ങളുമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിലെ ഈ ഒരു പാസ്റ്റിലെ റിലേഷൻഷിപ്പും പ്രശ്നങ്ങളും ഒക്കെ ഒന്ന് ഒതുക്കി അതെല്ലാം ഒന്ന് ബാക്ക് ടു നോർമലിലേക്ക് കൊണ്ടുപോയി അവരുടെ മനസ്സിനെ ഒന്ന് ക്ലിയർ ആക്കിയതിന് ശേഷം ഇപ്പോൾ ഒരു ഡിസ്റ്റൻസിലാണ്, അല്ലെങ്കിൽ ഒരു സെപ്പറേഷനിലാണ്, ഒരു സൈലന്റിലാണ്, അല്ലെങ്കിൽ ഒരു ഓഫ് സിറ്റുവേഷനിലാണ് എങ്കിൽ കൂടിയും അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് ഒന്ന് ലൈവ് ആക്കി റീഫ്രഷ് ചെയ്ത് കൊണ്ടുവരാം, ഫ്യൂച്ചറിൽ ഗ്രോത്ത് ഉണ്ടാക്കാം എന്ന് അവർ ചിന്തിക്കുന്നു. അതായത് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒന്ന് സൈഡാക്കി വെച്ചിട്ട് ഇവരുടേതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കാനായിട്ട് പോയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പച്ചയ്ക്ക് പറയാനോ അങ്ങനെ പറയാം. ഓക്കെ, അപ്പോൾ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഒക്കെ അവർക്കുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ട് അവർ അതൊക്കെ വഴിയെ എനിക്ക് ചെയ്യാം എന്ന രീതിയിൽ അവർ നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാകാൻ പറ്റുന്നത്. അപ്പോൾ ഫൈനലായിട്ട് പറയുകയാണെങ്കിൽ അവരുടെ മനസ്സിൽ നിങ്ങളുണ്ട് എന്നുള്ളത് കൺഫേം ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ പാസ്റ്റ് ഇഷ്യൂസ് കാരണം അവർ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളോടുള്ള അട്രാക്ഷൻസ് റിയൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, അത് ജെന്യൂൻ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഫ്യൂച്ചറിൽ ഒരു റീഫ്രഷ് ഉണ്ടാകാനും ഒരു ന്യൂ ബിഗിനിങ്ങിനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ ഇതെല്ലാം വളരെ സ്ലോ ആയിട്ട് നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അവരെ നിങ്ങളെ ഗൗരവമായിട്ട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി, ജെന്യൂൻ ആയിട്ട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ
അപ്പോൾ അവരുടെ ആ ഒരു സ്നേഹമൊന്നും അവർക്ക് തുറന്ന് കാണിക്കാനോ പ്രകടിപ്പിക്കാനോ ഒന്നും കഴിയുന്നില്ല. അവരുടെ സ്നേഹം ഒരു കാമായിട്ട് മച്ചുറായിട്ട് ഡീപ്പായിട്ടുള്ള രീതിയിലുള്ള ഒരു സ്നേഹമാണ്. അങ്ങനെയാണ് അവർ മനസ്സിനുള്ളിൽ നിങ്ങളെക്കുറിച്ച് ഉള്ളൊരു സ്നേഹമുള്ളത്. അല്ലാതെ കുറേ ഡ്രാമാസ് ഉള്ള ഒരു സ്നേഹമല്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അവർ നിങ്ങളെ ലൈഫിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പായിട്ട് ഒരാളായിട്ട് തന്നെയാണ് കാണുന്നത്. ഇതൊരു ശരിക്കും ഒരു മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ഡ്രാമാറ്റിക് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു അട്രാക്ഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. റിയൽ ആയിട്ടുള്ള ഇമോഷണൽ അറ്റാച്ച്മെന്റ് തന്നെയാണ് നിങ്ങളോട് ആ ഒരു പേഴ്സൺ ഉള്ളത് എന്നുള്ളത് നമുക്കിവിടെ ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ക്യൂൻ ഓഫ് പെന്റക്കിൾസ് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ വളരെ കെയറിങ് ആയിട്ടുള്ള ഒരാളായിട്ടും അതുപോലെ ലോയൽ ആയിട്ടും സപ്പോർട്ടീവ് ആയിട്ടും ഉള്ള ഒരു പേഴ്സണൊക്കെ ആയിട്ട് തന്നെയാണ് അവർ നിങ്ങളെ കാണുന്നത്. ഈ വ്യക്തി എൻ്റെ ലൈഫിൽ ഒരു സ്റ്റേബിൾ ആയിട്ട് നിൽക്കും എന്ന ഒരു ഫീലിങ്സ് അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ലോങ് ടൈം ആയിട്ട് നിങ്ങളെക്കുറിച്ച് ഒരു റിലേഷൻഷിപ്പ് കമ്മിറ്റ്മെന്റിലേക്കൊക്കെ പോകാനായിട്ട് തന്നെ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ചെറിയ രീതിയിലുള്ള വേദനകളും പേടിയും അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. ഇപ്പൊ 9 ഓഫ് സോർട്സും 8 ഓഫ് കപ്സും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അവർക്ക് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കുറച്ചൊരു പേടിയുണ്ട്, ആൻസൈറ്റി ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പ് എന്താകും എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. പാസ്റ്റ് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ്. ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിലും വരുമോ എന്നൊക്കെ അവർ ഇമോഷണലി വളരെ അവർ ആ ഒരു പാസ്റ്റിൽ ഉള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ വളരെയധികം ഇമോഷണലി ഹേർട്ട് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കുറച്ച് ഡീപ്പായിട്ട് ഇറങ്ങാനായിട്ട് അവർ പേടിക്കുന്നത്. ഒരിക്കലും അവരെ വിട്ടുപോയതോ ഡിസ്റ്റൻസ് എടുത്തതോ ഒക്കെ ആയിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ അവർ വിട്ടിട്ട് പോയതായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവർക്ക് റിഗ്രറ്റ് ഉണ്ടാകുന്നത്. ആ ഒരു റിഗ്രറ്റ് ഫീലിങ്സ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങളെയും വിട്ടിട്ട് പോകേണ്ടി വരുമോ എന്നൊക്കെ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഏസ് ഓഫ് വാൻസും 8 ഓഫ് വാൻസും കൂടെ വരുമ്പോഴത്തേക്ക് നിങ്ങളോടുള്ള ഒരു സ്ട്രോങ് അട്രാക്ഷൻസ് ഇപ്പോഴും അവർക്കുണ്ട് നമുക്ക് തീർത്ത് പറയാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങളുമായിട്ട് വീണ്ടും ഒരു സ്റ്റാർട്ട് റീഫ്രഷ് ഒക്കെ ചെയ്യണം, നല്ലൊരു ഇന്നർ ഡിസയർ അവർക്കുണ്ട് അതിനെക്കുറിച്ച്. അപ്പൊ അവർക്ക് നിങ്ങളോട് സംസാരിക്കാനും വീണ്ടും റീകണക്ട് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു വളരെയധികം അർജ് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇത് അവർ കുറച്ച് കൺഫ്യൂസ്ഡ് ആയതുകൊണ്ട് തന്നെ അവരിങ്ങനെ മൂവ് ഓൺ ചെയ്യണമോ അല്ലെങ്കിൽ നിൽക്കണമോ എന്നൊക്കെ ചിന്തിക്കുന്ന രീതിയിലുള്ള ബിഹേവിയർ അവരുടെ ഭാഗത്തുണ്ടാകും. അത് നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്ന പോലെ, നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഇഗ്നോർ ചെയ്യുന്ന ചാൻസസ് ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അവരെ സ്വന്തമായിട്ട് അവരുടെ ഫീലിങ്സ് അവർ തന്നെ അവരുടെ ഫീലിങ്സ് സപ്രസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒതുക്കി കെട്ടിവെക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അവർക്ക് ഒത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അവരെ നിങ്ങളെ ഡീപ്പായിട്ട് സ്നേഹിക്കുന്നു എന്ന് വീണ്ടും വീണ്ടും നമുക്കിവിടെ മനസ്സിലാവുന്നുണ്ട്. നിങ്ങളെ നഷ്ടപ്പെടാനായിട്ട് അവർ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അവർക്കത് പേടിയാണ് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നെടുത്തിട്ട്. കാരണം പാസ്റ്റിൽ ആ ഒരു വേദന കാരണം അവർ വളരെയധികം വിഷമിച്ചിട്ടുണ്ട്. അത് ഇനിയും ഉണ്ടാകുമോ എന്നവർ പേടിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളോടുള്ള ആ ഒരു അട്രാക്ഷൻ, ഇമോഷണൽ ബോണ്ട് ഇനിയും കൂടുതൽ സ്ട്രോങ് ആക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ റിയൽ ആയിട്ടുള്ള ഒരു സ്നേഹം തന്നെയാണ്. അപ്പൊ നിങ്ങൾ അവരുടെ മനസ്സിൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് ഉള്ളത്. ഇനി അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്ന ആ ഒരു തേർഡ് പാർട്ടിയെ കൂടി അവരുടെ കുറച്ച് ഓർമ്മകളും കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിലുണ്ടെങ്കിൽ അതുകൂടി ഒഴിവാക്കി വിട്ട് ഒരു ക്ലിയർ മൈൻഡോടുകൂടി നിങ്ങളിലേക്ക് വരാൻ അവർ ആഗ്രഹിക്കുകയാണ്. പക്ഷെ ഈ ആ ഒരു റിയൽ സ്നേഹം അവർക്ക് ഉണ്ടെങ്കിലും ഒരു എക്സ്പ്രസീവ് അല്ല, അവരൊട്ടും എക്സ്പ്രസീവ് അല്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സംടൈംസ് അവർക്കൊന്നും ഫീലിങ്സ് ഇല്ലാത്തൊരു വ്യക്തിയാണോ എന്ന്, അവർക്ക് ഒരു രീതിയിലുള്ള ഫീലിങ്സും ഇല്ലേ, ഒരു അറ്റാച്ച്മെന്റും ഇല്ല, ആരോടും ഒരു ഫീലിങ്സ് ഇല്ലാത്തൊരു വ്യക്തിയാണോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിരിക്കാം. പക്ഷെ അതൊന്നും ശരിയല്ല. നിങ്ങളോട് വളരെ ഡീപ്പായിട്ടുള്ള സ്നേഹമുണ്ട്. അവർ നിങ്ങളെ വളരെ ഡീപ്പായിട്ട് തന്നെ സ്നേഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് സോൾ മെസ്സേജസും കൂടി എടുത്ത് നോക്കാം. ഓക്കെ, soul messages from your person, soul messages from your person, soul messages from your person. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. soul messages from your person. Okay, soul messages from your person. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? ഓക്കെ, ഫസ്റ്റ് മെസ്സേജ്, യു ആർ മൈ സോൾമേറ്റ്. ഓക്കെ, നിങ്ങൾ അവരുടെ ഒരു സോൾമേറ്റ് ആണ് എന്ന രീതിയിൽ അവർ മനസ്സിലാക്കിയിരിക്കുന്നു നിങ്ങളെ, അല്ലെങ്കിൽ നിങ്ങൾ അവരെ മനസ്സിലാക്കിയിരിക്കുന്നു. സോൾമേറ്റ് കണക്ഷൻ ആണ് എന്നവർ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. ഐ മിസ് യു എവറി ഡേ. നിങ്ങളെ ഓരോ ദിവസവും അവർക്ക് മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഐ ആം വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് ടൈം. ഓക്കെ, റൈറ്റ് ടൈമിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആ ഒരു റൈറ്റ് ടൈം വരുമ്പോൾ അവർ നിങ്ങളിലേക്ക് വരും, അല്ലെങ്കിൽ അവർ ഒരു ആക്ഷൻ എടുക്കും. ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ആക്ഷൻ അവർ എടുക്കും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഐ ഫീൽ സോ ഹാപ്പി വെൻ യു ആർ അറൗണ്ട്. നിങ്ങളോടൊപ്പം ഉള്ളപ്പോൾ തന്നെ, എൻ്റെ ചുറ്റും നിങ്ങളുള്ള സമയത്ത് ഞാൻ വളരെയധികം ഹാപ്പിയാണ് എന്ന് ഈ ഒരു പേഴ്സൺ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്.
ഐ ലവ് യു സോ മച്ച്. ഓക്കെ, നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു എന്നുള്ളൊരു കാര്യം ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഐ അപ്പോളജൈസ് ഫോർ വാട്ട് എവർ റോങ് ഐ ഡിഡ് ഫോർ യു. ഓക്കെ, നിങ്ങളോട് ചില റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ അവഗണിക്കുന്ന പോലെയൊക്കെ പെരുമാറുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അതിനൊക്കെ അവർ ഈ ഒരു സമയത്ത് ക്ഷമ ചോദിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഐ വിൽ ഓൾവേസ് ബി യുവേഴ്സ്. എപ്പോഴും ഞാൻ നിൻ്റേത് മാത്രമായിരിക്കും എന്ന് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാണ്. ഓക്കെ, അപ്പോൾ അവരുടെ മനസ്സിൽ ആരാണ് ഉള്ളത് എന്നുള്ളത് തന്നെ ഡയറക്റ്റ് നമുക്കൊരു മെസ്സേജ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ലാസ്റ്റ് ഐ കനോട്ട് സ്ലീപ് ബിക്കോസ് ഓഫ് ദിസ് സെപ്പറേഷൻ, ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ. ഓക്കെ, ഒത്തിരി സെപ്പറേഷനുള്ള ആളുകളുണ്ട് എന്ന് മനസ്സിലാവുന്നു. അപ്പോൾ അവർക്ക് ഈ ഒരു സെപ്പറേഷൻ കാരണം ഒട്ടും തന്നെ ഉറങ്ങാനായിട്ട് സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. നമുക്ക് ആ ഒരു കാര്യം, എൻ്റെ ഒരു സിറ്റുവേഷൻസും കാര്യങ്ങളും ഒക്കെ നീ മനസ്സിലാക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇത്ര സോൾ മെസ്സേജസ് ആണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. നമുക്ക് കുറച്ച് ക്ലോസും കൂടെ എടുത്തുക. ക്ലോസ് റിലേറ്റഡ് ടു ദിസ് റീഡിംഗ്. ഓക്കെ, ക്ലോസ് റിലേറ്റഡ് ടു ദിസ് റീഡിംഗ്. ഓക്കെ, സോഷ്യൽ മീഡിയ വഴിയൊക്കെ പരിചയപ്പെട്ട വ്യക്തികളായിരിക്കാം നിങ്ങളുടെ പേഴ്സണൊക്കെ. പാലക്കാട് ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഫെബ്രുവരി മന്ത് കിട്ടുന്നുണ്ട്. നമ്പർ 25, 1992 എന്ന് പറയുന്ന വർഷം കിട്ടുന്നു. ഹോണസ്റ്റ്, ഡ്രൈവർ, ടുഡേ, ലോയർ, മോൾ ഓൺ റൈറ്റ് ഹാൻഡിൽ മറുകളുള്ള വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട്. മെഡിക്കൽ ഫീൽഡിൽ നിന്നുള്ള വ്യക്തികളായിരിക്കാം. നമ്പർ 1, നമ്പർ 37, 1982, റൈഡിങ്ങിനൊക്കെ ഒത്തിരി ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തികളായിരിക്കാം. എബ്രോഡുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എബ്രോഡുള്ള ആളായിരിക്കാം. 1988 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. 48 hours എന്ന് പറയുന്നൊരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. ലെറ്റർ M, ലെറ്റർ N, നമ്പർ 25, 1986, ഷോർട്ട് ഹെയർ, സിംഗിങ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. 1987, നെക്സ്റ്റ് മന്ത് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റിയാണ് നമുക്ക് വരുന്നത്. നേച്ചർ, പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കും. കെയറിങ് എന്ന് പറയുന്ന ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇടുക്കി ഡിസ്ട്രിക്റ്റ്. ഓക്കെ, ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ നിന്ന വ്യക്തികളായിരിക്കും നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൊക്കെ. 7 days എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ വരുന്നുണ്ട്. 1990 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. വൈറ്റ് ബട്ടർഫ്ലൈസ് ഒക്കെ ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ കാണുന്നുണ്ടായിരിക്കും. ലെറ്റർ C, ഡിസംബർ മന്ത്, 1992 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. നമ്പർ 49, ലോങ് ഡിസ്റ്റൻസ്, 1981, കോട്ടയം ജില്ല. ടാറ്റു ആർട്ട് ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. ലെറ്റർ O, 1997, 2004 എന്ന് പറയുന്ന വർഷം നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 2, വയനാട് ജില്ല. ആക്ടിങ്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് സെക്ഷനിലുള്ള ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.